നമസ്കാരം കൂട്ടുകാരെ, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും നാം സംസാരിക്കാൻ പോകുന്നത് നമ്മളിൽ ഭൂരിഭാഗം എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. അതായത് നമ്മൾക്കെല്ലാവർക്കും സാലറി കിട്ടും. മാസം 1-ാം തീയതി സാലറി വന്നാൽ ഏകദേശം 20-ാം തീയതി 25-ാം തീയതി ആകുമ്പോഴേക്കും അക്കൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ അത് 0 ആയിരിക്കും. മിക്കവാറും എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. ഈ പ്രശ്നം എങ്ങനെ വരുന്നു എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നാം സംസാരിക്കാൻ പോകുന്നത്. ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ സമ്പാദ്യശീലത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക തന്നെ ചെയ്യുന്നത്. ഇങ്ങനെ പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അടുത്ത മാസം സാലറി വരെ വെയിറ്റ് ചെയ്യുന്നു. ഇതിന് മുമ്പായി ഒരു എമർജൻസി ആയ ഒരു സിറ്റുവേഷൻ ആണ്. പൈസയുടെ അത്യാവശ്യമായി എന്തെങ്കിലും അത്യാവശ്യം എമർജൻസി ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്നത്. ഇതിനാണ് നാം ഒരു സമ്പാദ്യശീലം വളർത്തുന്നത് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ ചെറിയ കടങ്ങളിലോ ക്രെഡിറ്റ് കാർഡിലോ ചെന്നപ്പെടുന്നത്. മാസം മുഴുവൻ കഠിനാധ്വാനം ചെയ്ത് പൈസ ഉണ്ടാക്കിയാലും അത് അവസാനമാകുമ്പോൾ നമ്മുടെ കയ്യിൽ ഇല്ലാതെ വരുന്നു. ഈ അവസ്ഥയെ നമുക്ക് എങ്ങനെ മറികടക്കാം? കൃത്യമായ പ്ലാനിങ്ങോടെ നമുക്ക് ഈ പ്രോബ്ലത്തെ മറികടക്കാം. അതിനായി ഈ വീഡിയോ മുഴുവനായി കാണുക. ഇതിൻ്റെ എങ്ങനെ നമുക്ക് കൃത്യമായ പ്ലാനിങ്ങിലൂടെ സമ്പാദ്യശീലം വളർത്താം എന്നതുപോലെ പ്ലാനിങ്ങോടെ നമുക്ക് എങ്ങനെ ജീവിതത്തിൽ വിജയിക്കാം എന്നത് കറക്റ്റായി പറഞ്ഞു തരുന്നുണ്ട്. ആദ്യം നമുക്ക് പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാം. ശമ്പളം കിട്ടുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കും, കുറച്ച് പൈസ ഈ പ്രാവശ്യം മാറ്റിവെക്കാം എന്നാണ് നമ്മൾ ആദ്യമായി ചിന്തിക്കുന്നത്. പക്ഷേ സംഭവിക്കുന്നത് എന്താണ്? ഇതൊന്നും നടക്കുന്നത് തന്നെയില്ല. ഇതിൽ ഒന്നാമതായി പറയുന്നത് മാറ്റിവെക്കാമെന്ന ചിന്താഗതിയിലെ തെറ്റ് ആണ്. മാറ്റിവെക്കാമെന്ന് പറഞ്ഞ് നമ്മളൊരു ചിന്താഗതി എടുക്കുന്നതാണ് തെറ്റ്. ആദ്യമായി ശമ്പളം കിട്ടുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഗ്രോസറി, വീട്ടുവാടക, വണ്ടി ചിലവ് എല്ലാം ചെയ്തിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മാറ്റിവെക്കുന്നതിലേക്ക് മുൻഗണന വെക്കുന്നത്. ഇതാണ് മെയിൻ പ്രോബ്ലം. ഇതെല്ലാം കഴിയുമ്പോൾ നമുക്ക് മാറ്റിവെക്കാൻ പൈസ ഒന്നും തന്നെ കാണില്ല, 0 ആയിരിക്കും. രണ്ടാമത്തെ ഒരു പ്രോബ്ലമാണ് ലൈഫ് സ്റ്റൈൽ ക്രീം. വരുമാനം കൂടുന്നതനുസരിച്ച് നമ്മുടെ ചിലവും കൂടിക്കൊണ്ടിരിക്കും. പണ്ട് 1000 രൂപയ്ക്ക് നടന്നിരുന്ന സാധനം മേടിച്ചിരുന്നത് നമ്മൾ 2000 രൂപ ചിലവാക്കി വാങ്ങാൻ തീരുമാനിക്കും. ഇതാണ് അടുത്ത പ്രോബ്ലം. ഒന്നാമതായി ക്രെഡിറ്റ് കാർഡുകളും അനാവശ്യ ഓഫറുകളും. നമ്മുടെ കയ്യിൽ പണമില്ലെങ്കിലും അടുത്ത മാസം തന്നാൽ മതി എന്ന രീതിയിൽ പല ഓഫറുകളും നമ്മൾ വന്നു ചേരും. ഇതെല്ലാം നമ്മൾ അനാവശ്യമായി സാധനങ്ങൾ വാങ്ങി കൊടുക്കുന്നതിന് കാരണമായി തീരും. അടുത്തതായി മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള ജീവിത രീതി. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, മറ്റുള്ളവർ വില കൂടിയ ഫോൺ മേടിക്കുന്നു, അത് നമ്മൾ വാങ്ങിക്കുന്നു. ഇത് നമ്മുടെ സമ്പാദ്യ ശീലത്തെ മാറ്റിമറിക്കുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം എന്താണെന്ന് അറിയുമോ? നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരു സെക്യൂരിറ്റി ഇല്ല. നമുക്കൊരു എമർജൻസി വന്നാൽ അതിനുള്ള പൈസ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയും. എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സേവിങ് അഥവാ സമ്പാദ്യം അനിവാര്യമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് എന്തിനാണ് നാം പണം സമ്പാദിക്കുന്നത്? വെറുതെ ബാങ്കിൽ വെച്ച് പൂട്ടിവെക്കാൻ മാത്രമല്ല, അതിൻ്റെതായ കാരണങ്ങൾ. പ്രധാനമായി 3 കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. ഒന്നാമതായി എമർജൻസി ഫണ്ട് എടുത്തു വെക്കുക എന്നതാണ്. ജീവിതം എപ്പോഴാണ് മാറിമറിയുക എന്ന് പറയാൻ പറ്റില്ല. ഏതെങ്കിലും എമർജൻസി വരികയോ, ഹോസ്പിറ്റൽ എമർജൻസി, അല്ലെങ്കിൽ ജോലി പോവുക, എന്തെങ്കിലും അത്യാവശ്യമായി ബിസിനസ്സിൽ എന്തെങ്കിലും വ്യത്യാസം വരിക, ഇവ വന്നിട്ടുണ്ടെങ്കിൽ ഒരു എമർജൻസി ഫണ്ട് കരുതി വെക്കുക. ഇതാണ് ഫസ്റ്റ് വേണം. രണ്ടാമതായി കടങ്ങളില്ലാത്ത ജീവിതം. കയ്യിൽ കാശില്ലാത്തപ്പോഴാണ് ക്രെഡിറ്റ് കാർഡ്, മറ്റുള്ള കടങ്ങൾ വാങ്ങിക്കുക എന്നിവയെല്ലാം നമ്മളിൽ വന്നു ചേരുന്നത്. നമ്മൾ ഒരു സമ്പാദ്യശീലം ഉണ്ടെങ്കിൽ ഈ കടക്കെണിയിൽ വീഴാതെ നമുക്ക് വ്യക്തമായി മുന്നോട്ട് പോകാൻ പറ്റും. മൂന്നാമതായി പറയുന്നത് ഭാവിയിലെ ലക്ഷ്യങ്ങൾ. ഇതിനു വേണ്ടിയാണ് നാം സമ്പാദിച്ചു വെക്കേണ്ടത്. അതായത് വിദ്യാഭ്യാസം, കുട്ടികളുടെ വിദ്യാഭ്യാസം, വീട് വെക്കൽ, റിട്ടയർമെന്റ് ജീവിതം, ഇവയെല്ലാം ലക്ഷ്യം വെച്ച് വേണം നാം സമ്പാദ്യശീലം വളർത്തേണ്ടത്. ഇന്നത്തെ ചെറിയ സമ്പാദ്യമാണ് നാളത്തെ വലിയൊരു ആശ്വാസമായി മാറുന്നത് എന്ന് ഓർക്കുക. ശരി, അപ്പോൾ പ്രശ്നങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൽ നിന്ന് എങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കും, ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാമെന്നാണ് നാം ചിന്തിക്കേണ്ടത്. ഞാൻ പറഞ്ഞു തരുന്ന 5 കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് സമ്പാദ്യശീലം ഉണ്ടാക്കാനുള്ള മെയിൻ കാര്യങ്ങളാണിത്. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്നും ഈ പ്രശ്നത്തിൽ നിന്നും പുറത്തു കടക്കാൻ പറ്റും. ഒന്നാമതായി ഇത് പറയുന്നത് ഒരു റൂളാണ്, 50-30-20 റൂൾ. അതായത് ശമ്പളം കിട്ടിയാൽ നിങ്ങൾ 3ആയി ഇതിനെ തരംതിരിക്കുക. 50% എന്നത് നീഡ്സിനാണ് യൂസ് ചെയ്യേണ്ടത്. അതായത് നിങ്ങളുടെ നിർബന്ധിതമായ ചിലവുകൾ, ഭക്ഷണം, വാടക, ചിലവ്, കുട്ടികളുടെ ഫീസ് എന്നിവയെല്ലാം നിർബന്ധിത ചിലവാണ്. ഇതിനു വേണ്ടി ഈ 50% നമ്മൾ മാറ്റിവെച്ചെടുത്തത് 30%. ഈ 30% നിങ്ങളുടെ ആഗ്രഹങ്ങൾ, സിനിമ, വസ്ത്രം, യാത്രകൾ എന്നിവയ്ക്ക് വേണ്ടി മാറ്റിവെക്കുക. ഇതാണ് വാൺസ്. ഈ 20% നാം സേവിങ്ങിലേക്ക് മാറ്റിവെക്കുന്നത്. അത് ശമ്പളം കിട്ടുമ്പോൾ തന്നെ നമ്മൾ 3ആയി തരംതിരിച്ചിട്ട് ആ 20% അപ്പോൾ തന്നെ വേറൊരു അക്കൗണ്ടിലേക്ക് മാറ്റിവെക്കണം. ഇതാണ് സേവിങ് എന്ന് പറയുന്നത്. ഈ സേവിങ് നിർബന്ധമായി ചെയ്താൽ ബാക്കി എല്ലാത്തിനും പൈസ നമ്മൾ തനിയെ ഉണ്ടായിപ്പോകും. അതായത് രണ്ടാമത്തെ ഒരു റൂളാണ് പറഞ്ഞു തരുന്നത്. ശമ്പളം കിട്ടിയാൽ ഈ 3ആയി തരംതിരിച്ച് വെച്ചിരുന്ന 20% തിരിക്ക് ആദ്യമായി ചെയ്യുക. അത് ഒരു
ബാങ്ക് അക്കൗണ്ട് തനിയെ തന്നെയാക്കി അതിലേക്ക് മാറ്റുക. വേറെ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്കാണ് മാറ്റേണ്ടത്. അതിൻ്റെ ATM കാർഡ് എടുക്കാൻ പറ്റാത്ത രീതിയിൽ ലോക്കറിൽ എവിടെയെങ്കിലും ലോക്ക് ചെയ്ത് വെക്കുന്ന രീതിയിലായിരിക്കണം വെക്കേണ്ടത്. എളുപ്പത്തിൽ എടുക്കാൻ പറ്റാവുന്ന രീതിയിൽ ATM കാർഡോ അതിൻ്റെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിലോ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അത് എടുത്തു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് ആദ്യം 20% പൈസ നമ്മൾ വേറൊരു അക്കൗണ്ടിലാക്കി മാറ്റി വെക്കുകയാണ് എന്നാണ് ആദ്യമായി ഈ റൂളിൽ ചെയ്യേണ്ടത്. എന്നിട്ട് ബാക്കി വരുന്ന തുക കൊണ്ട് മാത്രം ആ മാസം ജീവിക്കാൻ പഠിക്കുക എന്നത് നമ്മളൊരു നിർബന്ധമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അടുത്തതായി നമ്മൾ ബാക്കിയുള്ള പണം എവിടെ പോകുന്നു എന്നൊരു വ്യക്തമായൊരു ട്രാക്കിംഗ് ഉണ്ടാക്കുകയാണ്. ഒരു ഡയറിയിലോ കുറിച്ച് വയ്ക്കുക. ഈ മാസം ചിലവ് ചെയ്ത പൈസ ഏതെങ്കിലും പൈസ അനാവശ്യമായിട്ട് നാം ചിലവ് ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ഒരു ട്രാക്കിംഗ് ഉണ്ടാക്കി നോക്കുക എന്നാണ്. ഒരു മാസത്തെ ചിലവുകൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ട്രാക്കിംഗ് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തത് 30 days റൂളാണ്. അതായത് നിങ്ങൾക്കൊരു ഫോണോ ഗാഡ്ജറ്റോ നമ്മൾക്ക് ഇപ്പോൾ കാണുന്നത് ഒരു മാർക്കറ്റിൽ കണ്ട് അപ്പോൾ തന്നെ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതൊരു 30 ദിവസം കഴിഞ്ഞിട്ട് വാങ്ങണമെന്ന് തീരുമാനിക്കുക. 30 ദിവസം കഴിയുമ്പോഴേക്കും ചിലപ്പോൾ നമുക്ക് ഇതിൻ്റെ അത്യാവശ്യമല്ല എന്നൊരു തോന്നലുണ്ടാവും. അങ്ങനെ ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെട്ട് അത് ചിലപ്പോൾ വാങ്ങേണ്ടി വരികയില്ല. ചിലപ്പോൾ ആ 30 ദിവസം കഴിഞ്ഞിട്ടും വാങ്ങണമെന്ന് നിർബന്ധമാണെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി. അഞ്ചാമതായി പറയാനുള്ളത് നമ്മളൊരു എമർജൻസി ഫണ്ട് നിർമ്മിക്കുക എന്നതാണ്. നമ്മൾക്ക് ഒരു മാസം ജീവിക്കാനുള്ള ചിലവ് അത് നമ്മൾ കണക്ക് കൂട്ടിയിട്ട് അത് 6 മാസം നമ്മൾക്ക് ഈ ചിലവ് നമുക്കൊരു ജോലിയില്ലെങ്കിലോ എങ്ങനെയെങ്കിലും ഈ പൈസ കൊണ്ട് ജീവിക്കണം. അങ്ങനെ ഒരു എമർജൻസി ഫണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഈ എമർജൻസി ഫണ്ട് നമ്മളെല്ലാവരും ഉണ്ടാക്കേണ്ടത് നിർബന്ധമായ ഒന്നാണ്. അതാണ് എമർജൻസി ഫണ്ടിൻ്റെ രൂപീകരണം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയി പറയുന്നത്. 6 മാസത്തെ ചിലവിനുള്ള പൈസ എപ്പോഴും നമ്മുടെ ബാങ്കിൽ ഉണ്ടായിരിക്കണം. ആ പൈസ നമ്മളെടുത്ത് വേറെ ഒന്നിനും യൂസ് ചെയ്യാൻ പാടില്ല. അത് വേറൊരു അക്കൗണ്ടിലാക്കിയിട്ട് ബാങ്കിൽ എപ്പോഴും 6 മാസം നമ്മളെ മാസത്തിലുള്ള ചിലവ് കണക്കാക്കിയിട്ട് 6 മാസം നമുക്ക് ജീവിച്ചു പോകാനും വരുമാനമില്ലെങ്കിലും ജീവിച്ചു പോകാനുള്ള പൈസ ബാങ്കിൽ മാറ്റി വെച്ചിരിക്കണം. അടുത്തതായി വരുമാനം വർദ്ധിപ്പിക്കണമെന്നാണ്. നമ്മൾ എത്ര ചിലവ് ചുരുക്കിയാലും നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് വരുമാനം കുറവാണ്. അതിനാൽ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കുക എന്നാണ്. എന്നാലോ നമുക്ക് സമ്പാദിക്കാനുള്ള പൈസ ലഭിക്കുകയുള്ളൂ. എല്ലാ ചെലവ് ചുരുക്കിയിട്ടും സമ്പാദിക്കാനുള്ള പൈസ കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ വരുമാനം കുറവാണ്. നമ്മൾ എങ്ങനെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നതിനെ കുറിച്ചാണ് നാം ചിന്തിക്കേണ്ടത്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ സൈഡ് ഇൻകം കിട്ടാൻ, അതായത് പാർട്ട് ടൈം ജോലികൾ ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ ഒരുപാട് വഴികളുണ്ട്. ആ വഴികൾ എന്തെങ്കിലും നമ്മൾ ഒഴിവ് സമയങ്ങളിൽ ചെയ്ത് ആ വരുമാനം കൂടി എക്സ്ട്രാ ഇൻകമായി നമുക്ക് കണക്കാക്കാം. ഇങ്ങനെ വരുമാനം കൂടിയാൽ സമ്പാദിക്കാനുള്ള പൈസയും അതോടൊപ്പം തന്നെ കൂടുതലായി നമ്മുടെ കയ്യിൽ വന്നു ചേരും. കൂട്ടുകാരെ, പണം സമ്പാദിക്കുക എന്നത് ഒരു മാജിക്കല്ല, അതൊരു ശീലമാണ്. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുകളെല്ലാം തോന്നും, ചില കാര്യങ്ങൾ മാറ്റിവെക്കേണ്ടി വരും. എന്നാലും പിന്നീടുള്ള കാലത്ത് സമാധാനമായി ഉറങ്ങാൻ ഒരു സമ്പാദ്യശീലം അത്യാവശ്യമായ ഒന്നാണ്. എന്തായാലും ഈ വരുന്ന മാസം ശമ്പളം കിട്ടുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. ഒരു മാസം ഇതിന്റെ മാറ്റങ്ങൾ എന്തെങ്കിലും വന്നാൽ കമന്റ് ബോക്സിൽ കുറിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഓണാക്കി വെക്കുക. ഈ വീഡിയോ മറ്റുള്ള ഗ്രൂപ്പുകളിലേക്കും ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും അയച്ചു കൊടുക്കുക. എന്നാൽ ഇത് എല്ലാവരിലേക്കും എത്തി എല്ലാവരും സമ്പാദ്യശീലം വളർത്തട്ടെ. ഇനി മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം.